നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. പായസ ചലഞ്ച് നടത്തി. മിറാക്കിൾ ബ്രദേഴ്സ് കോരങ്ങത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പായസ ചലഞ്ച് മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. 5 വർഷമായി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മിറാക്കിൾ ബ്രദേഴ്സിന്റെ പായസ ചലഞ്ചിൽ 2500ഓളം ലിറ്റർ പായസം വിതരണം ചെയ്യാൻ സംഘാടകർക്ക് സാധിച്ചു. പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഷാഹുൽ ഹമീദ്, IP സീനത്ത് എന്നിവർ സംസാരിച്ചു. ക്ലബ് ഭാരവാഹികളായ അഷ്റഫ്, സഹീർ, ഷാഫി, ഫയാസ്, മുജീബ്, ഹമീദ് എന്നിവർ നേതൃത്വം നൽകി. ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നാട്ടുകാരുടെയും പ്രവാസി സുഹൃത്തുക്കളുടെയും അകമഴിഞ്ഞ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മിറാക്കിൾ ബ്രദേഴ്സ് തിരൂരിലെ ആഭിമുഖ്യത്തിൽ ഒരു 2 മാസത്തോളായിട്ടുള്ള ഒരു പായസ ചലഞ്ചിന്റെ ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിനാണ് ഇപ്പോൾ കൂടിയിട്ടുള്ളത്. 4 വർഷത്തോളായിട്ടുള്ള ഒരു ക്ലബ്ബ് നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ജനങ്ങളുടെ ഇടയിൽ ഉൾപ്പെട്ട ഒരു ക്ലബ്ബാണ്. അപ്പോൾ ക്ലബിന്റെ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് ഇതിന്റെ സഹായങ്ങൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നടത്തിയ കൂടുതൽ ഫണ്ട് എന്നുള്ള ഒരു രീതിയിലും ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു രീതിയിലുള്ള ഒരു കാരുണ്യ പ്രവർത്തനത്തിനുള്ള ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ചെയർപേഴ്സൺ നസീമ അവർകളാണ്. കൂടുതലായിട്ട് ഇതിന്റെ കൂപ്പൺ സെയിൽ ചെയ്യാനും ഇതിന്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുവാനും അവർ മുന്നിട്ടിറങ്ങി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. ഇത് നല്ല രീതിയിൽ ഇനിയും മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് മിറാക്കിൾ ബ്രദേഴ്സ് എന്ന ക്ലബ്ബ് നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു സന്ദർഭം ഞാൻ അവരെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് യുവാക്കളും കുട്ടികളും എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അവരുടെ നാട്ടിലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി, അതിലേക്കുള്ള ഫണ്ട് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു പായസ ചലഞ്ച് നടത്തുകയുണ്ടായി. ഞാനാണ് അതിന്റെ ഫസ്റ്റ് എടുത്ത് അത് ഉദ്ഘാടനം ചെയ്തിട്ട് നഗരസഭയിൽ വെച്ച് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. അതിന്റെ പൂർണ്ണതയിലേക്ക് ഇരിക്കുകയാണ്. എല്ലാവരും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള യുവാക്കൾ പൊതുജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാട്ടിലെ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസം ദൂരീകരിക്കുന്നതിന് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ഇന്നലെ രാത്രി മുതൽ അവരിതിനു വേണ്ടി 4 മണിയോടുകൂടി ഇതെല്ലാം റെഡിയായി ആക്കിയിട്ടുണ്ട് പറഞ്ഞത്. പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഇന്നത്തെ ഒരു ദിവസം ഇതിനു വേണ്ടി പ്രത്യേകിച്ച് നല്ല ദിവസമാണ്. ഈ ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റിവെച്ചു എന്നറിയുമ്പോൾ തീർത്തും ഈ ഒരു നാട്ടുകാരി എന്ന നിലയിൽ അല്ലെങ്കിൽ അധ്യക്ഷ എന്ന നിലയിൽ അഭിമാനം തോന്നുന്ന നിമിഷമാണ്. ഈ ഒരു പുണ്യപ്രവർത്തനം തീർത്തും അതിന്റെ ഫലം അവർക്ക് കുടുംബത്തിന് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി അവരെ പ്രാർത്ഥിക്കുന്നു. നാല് വർഷത്തോളമായി ഇവരെ പ്രവർത്തനം ആരംഭിച്ചു എന്നറിഞ്ഞ നല്ല സന്തോഷം. കുറെ കാലം ഈ പ്രവർത്തനത്തിന് വേണ്ടി, ഈ പരിപാടിക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കഴിയട്ടെ. ഈ പായസ ചലഞ്ച് നല്ല രീതിയിൽ ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു പായസ ചലഞ്ച് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നടക്കുന്ന ഈ പായസ ചലഞ്ച് നമ്മുടെ ഈ ക്ലബിൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൽ നമ്മളിത് നിർവഹിക്കുന്നത് നമ്മുടെ ഈ ഒരു ചുറ്റുപാടത്ത് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന, നമുക്ക് പരിചയമുള്ള, നമ്മുടെ ഇടയിലുള്ള ഒരു വ്യക്തി, ഒരാളുടെ കുടുംബത്തിനും ഉതകുന്ന രീതിയിലുള്ള ഒരു സഹായത്തിനാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പദ്ധതി ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങളുടെ രീതിയിലുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മൾ ഈ ക്ലബിൻ്റെ രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. അതിൽ നമ്മുടെ ഈ ക്ലബിൻ്റെ മെമ്പേഴ്സായിട്ടുള്ള ആളുകളും അതുപോലെ പുറത്തുള്ള വിദേശത്തുള്ള പ്രവാസികളായിട്ടുള്ള ആളുകളായാലും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള മാർക്കറ്റ് വ്യാപാരികളായിട്ടുള്ള ആളുകളായാലും
മൊത്തത്തിൽ നമ്മളെ ഈ ഒരു സഹകരണത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പങ്കാളികളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിജയം, ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഈ ഒരു നമ്മളെ ഈ ഒരു പദ്ധതിയുടെ വിജയം എല്ലാവർക്കും കൂടെ ഉതകുന്ന, നമ്മളെ ഈ ക്ലബിൻ്റെ കൂട്ടായ്മക്ക് ഉതകുന്ന രീതിയിലുള്ള ആക്കി തീർത്തതിൻ്റെ വിജയം എല്ലാവർക്കുമാണ്. ഈ തുക മുഴുവനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതും ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതും. പാൻ മീഡിയ ന്യൂസ്, തിരൂർ.